നമസ്കാരം, കെമിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ +2 പഠിക്കുന്നവർക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഫസ്റ്റ് ചാപ്റ്ററിലെ 1-1 ഓൺ ടു അല്ലെങ്കിൽ ബൈജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് ചോദ്യവും ചെയ്യാൻ സാധിക്കും. നോക്കുക. State whether the function f such that R2 are defined by f of x is equal to 3 minus 4x is 1-1 on to or bijective. ഇതിന് 3 മുതൽ 4 മാർക്ക് വരെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആദ്യം 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് തന്നിരിക്കുന്നിടത്ത് x1 x2 എന്ന് എഴുതുക. അതായത് ചോദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്: ലെറ്റ് എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2. അതായത് എക്സ് എന്ന് കിടക്കുന്നിടത്ത് നോക്കുക, 3 minus 4x1 is equal to 3 minus 4x2. അതിനുശേഷം ഒരുപോലെയുള്ളതെല്ലാം കട്ട് ചെയ്യണം. ഇവിടെ കിടക്കുന്ന 3 കട്ട് ചെയ്ത് കളയുന്നു. മിച്ചമുള്ളത് -4x1 is equal to -4x2. വീണ്ടും -4 കട്ട് ചെയ്തു. അപ്പോൾ x1 is equal to x2 എന്ന് കിട്ടി. അപ്പോൾ x1 is equal to x2 എന്ന് കിട്ടിയാൽ 1-1 ആണ് ഫംഗ്ഷൻ 1-1. അടുത്തത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ചോദ്യത്തെ y is equal to എന്ന് എഴുതുന്നു. അപ്പോൾ y is equal to 3 minus 4x. നമുക്കിത് x is equal to എന്ന രീതിയിലോട്ട് ഇതിനെ മാറ്റണം. അപ്പോൾ 4x ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 4x equal to 3 minus y. അവിടുന്ന് x is equal to 3 minus y by 4. ഏത് റിയൽ നമ്പർ കൊടുത്താലും ഇവിടെ ഇതിന് ആൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഫംഗ്ഷൻ ഈസ് ഓൺ ടു. ഇപ്പോൾ 1-1 ഓൺ ടു ആയി. അതുകൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1-1 ഓൺ ടു ആണ്, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണ്. ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ നോക്കുക. സ്റ്റേറ്റ് വെദർ ദ ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് R2 ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 + x² ഈസ് 1-1 ഓൺ ടു ഓർ ബൈജക്റ്റീവ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ലെറ്റ് എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2. ഇവിടെ എക്സ് എന്ന് കിടക്കുന്നിടത്ത് x1 x2 എന്നും എഴുതി ഈക്വൽ ടു ഇട്ട് എഴുതുന്നു. അപ്പോൾ 1 + x1² is equal to 1 + x2². 1 ക്യാൻസലാക്കി മിച്ചമുള്ളത് x1² is equal to x2². ഇതൊരു റൂളാണ് സ്ക്വയർ എന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ പോകുമ്പോൾ അപ്പുറത്ത് റൂട്ടാണ് എടുക്കുന്നത്, അല്ലാതെ സ്ക്വയർ രണ്ടും കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ x1 is equal to +or - x2, കാരണം റൂട്ട് എടുക്കുമ്പോൾ 2 ആൻസർ കിട്ടും. അപ്പോൾ x1 എന്നതിന് 2 ഇമേജ് വന്നു. അതുകൊണ്ട് ഇത് 1-1 അല്ല. അപ്പോൾ 1-1 ആണെങ്കിൽ x1 = x2 എന്ന് മാത്രം കിട്ടണമായിരുന്നു. ഇവിടെ കിട്ടിയത് ഒരാൾക്ക് 2 ഇമേജ്. ഇവിടെ x² എന്നത് ഒരു എക്സാമ്പിൾ നോക്കുക. x² = 36 ആണെങ്കിൽ നമ്മൾ x എഴുതുമ്പോൾ √36, അതായത് +or - 6 എന്ന് വരും. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതുപോലാണ്. x1 is equal to +or - x2. അതുകൊണ്ട് ഇത് 1-1 അല്ല. അടുത്തത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. y is equal to എന്ന് എഴുതി 1 + x². അപ്പോൾ x² is equal to y - 1. x is equal to √y - 1. ഇവിടെ yക്ക് ഏത് വില കൊടുത്താലും ആൻസർ കിട്ടുമോ എന്ന് നോക്കുക. റിയൽ ടു റിയൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ 0 എന്ന് കൊടുത്താൽ yക്ക് 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത് √-1 ആണ്. നോക്കുക, 0 കൊടുക്കുമ്പോൾ -1 വരും. നെഗറ്റീവ് നമ്പറിന് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് പ്രീ ഇമേജ് ഇല്ല എന്ന് ഇവിടുന്ന് മനസ്സിലാവും. അതായത് എക്സിന് വാല്യൂ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഇത് രണ്ടും അല്ലാത്തത് കൊണ്ട് ബൈജക്റ്റീവും അല്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഫംഗ്ഷൻ 1-1 അല്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഓൺ ടുവും അല്ല. ഈ 2 എക്സാമ്പിൾ വഴി നമുക്ക് ബൈജക്റ്റീവ് ആണോ എന്നുള്ള രീതിയിലുള്ള ഏത് ചോദ്യം ചെയ്യാനുള്ള സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്